അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. ഇന്നോവ കാർ സ്കൂട്ടറിലിടിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് പരിക്ക്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം നസീമ പാലശ്ശേരിക്കാണ് പരിക്കേറ്റത്. ഇടിവണ്ണപ്പള്ളിക്ക് സമീപമുള്ള വളവിലാണ് അപകടം. നിർത്താതെ പോയ ഇന്നോവ കാർ നിലമ്പൂർ കോടതിപ്പടിയിൽ വെച്ച് പോലീസ് പിടികൂടി. വാടക കാറിൽ കക്കാടംപൊയിൽ ഭാഗത്തു നിന്നും എത്തിയ 17-നും 19-നും ഇടയിൽ പ്രായമുള്ള 8-അംഗ സംഘം സഞ്ചരിച്ച കാറാണ് ഇടിവണ്ണയിലെ ജോലി സ്ഥലത്തേക്ക് പോകുകയായിരുന്ന നസീമയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയത്. ബൈക്കിനെ മറികടന്ന് ഇന്നോവ കാർ വരുന്നത് കണ്ട് താൻ സ്കൂട്ടർ വേഗത കുറച്ചെങ്കിലും ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് നസീമ പറഞ്ഞു. ഞാൻ ഇടിവണ്ണ ഷോപ്പിലേക്ക് പോകുകയായിരുന്നു. ഷോപ്പിലേക്ക് അപ്പൊ എതിരെ ഒരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് വളവില് നല്ല സ്പീഡിലാണ് അവര് വരുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറ്റ സ്ലോ ആക്കിയാണ് വണ്ടി പോയത്. അവര് ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് ഒന്നായിട്ട് വന്നിട്ട് എന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. എന്നിട്ട് അവര് നിർത്താതെ പോയി. ഞാന് മറിഞ്ഞ് അരിച്ചാലേക്ക് വീണു. പിന്നെ ആളുകളൊക്കെ പാടെ കൂടിയിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അവര് വണ്ടി നിർത്താതെ പോയി. അവര് വരവന്നെ പന്തികയായിട്ടുള്ള വരവാണ്, നല്ല കറക്റ്റായിട്ടല്ല വരുന്നത്. റോങ് സൈഡിലാണ് അവര് വരുന്നത്. വലത് കാലിന് സാരമായി പരിക്കേറ്റ നസീമയെ വീണു കിടക്കുന്നത് കണ്ട ആളുകളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. സ്കൂട്ടറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടം വരുത്തിയ ശേഷം ഇന്നോവ കാർ നിർത്താതെ പോയി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് SI സൈഫുള്ളയുടെ നേതൃത്വത്തിൽ കാർ കസ്റ്റഡിയിലെടുത്തത്. മഞ്ചേരി മുള്ളമ്പാറ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. വാടകയ്ക്കെടുത്ത കാറാണെന്നും ഇതിൽ വാഹനമോടിച്ചയാൾക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂവെന്നും കാറിലുണ്ടായിരുന്നവർ പറഞ്ഞു. അന്വേഷണം നടത്തി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും SI സൈഫുള്ള പറഞ്ഞു. വാഹനം പിടികൂടുമ്പോഴും അമിത വേഗതയിലായിരുന്നുവെന്നും SI പറഞ്ഞു. പരിക്ക് പറ്റിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നും SI പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.